അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. 10,000 ഏറ്റവും സുന്ദരനേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 105-ാം സങ്കീർത്തനം അതിൻ്റെ 37-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ആമേൻ. ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു വചനം പറയണത്, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരിൽ ബലഹീനർ ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയ ദൈവശബ്ദമാണ്. നീണ്ട വർഷങ്ങൾ അടിമകളായി തുടർന്നു. അവർക്ക് അധ്വാനിച്ച സമ്പത്ത് ലഭിച്ചില്ല, കഠിനാധ്വാനം ചെയ്തു, അവർക്ക് ഒന്നും കൊടുത്തില്ല. പക്ഷേ കർത്താവ് അതെല്ലാം കണക്കുകൂട്ടി വെച്ച് അവർ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെറും കൈയായിട്ടല്ല വരുന്നത്, വെള്ളിയും പൊന്നും കൊണ്ടാണ് വന്നേ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നീണ്ട തലമുറകളെ ഒതുക്കി വെച്ച സകല നന്മകളും ഇവരുടെ തലമേൽ ദൈവം കൊടുത്തു. ഞാനിന്ന് കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ഈ ദൂത് തരുന്നു. അപ്പൻ്റെ അപ്പനും ഒക്കെ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചതും അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടതും ആ നന്മകളെല്ലാം ദൈവം നിങ്ങളുടെ മേൽ വെക്കാൻ പോകും. സ്തോത്രം. അനേക തലമുറകൾക്ക് ലഭിക്കേണ്ട നന്മകൾ മുഴുവനും നിങ്ങളുടെ തലമുറയിൽ വെക്കാൻ പോവാ ദൈവം. ഇതൊരു ദൂത. അനേക തലമുറകളുടെ ശാപം ഒരു തലമുറ ചുമക്കുമ്പോൾ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അനേക തലമുറയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ തലമേൽ വെക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ അധ്വാനിച്ചത് മാത്രമായിരിക്കത്തില്ല, നിങ്ങൾ പ്രയത്നിച്ചത് മാത്രമായിരിക്കത്തില്ല, പിതാക്കന്മാരോടുള്ള നന്മകളും നിങ്ങളുടെ മേൽ ദൈവം വെക്കും. ഒരു രാത്രി കൊണ്ട് അടിമ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി. ഒരു രാത്രി കൊണ്ട് ഒന്നുമില്ലാത്തവർ സമ്പന്നനായി തീർന്നു. ഒരു രാത്രി കൊണ്ട് സ്തോത്രം ആമേൻ അടിമ ഉടമയായി മാറി. ഒറ്റ ദിവസം മതി ദൈവത്തിന് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ. യെസ്. എന്നിട്ട് അടുത്തൊരു വാക്ക് പറയുന്നു, അവരിൽ ബലഹീനർ ആരും ഉണ്ടായില്ല. കർത്താവ് നിങ്ങളുടെ മേലൊരു അമിത ബലത്തെ തന്ന് നിങ്ങൾ മുൻപോട്ട് നടത്താൻ പോകുന്നു. ബലഹീനരുണ്ടാകത്തില്ല. അപ്പോസ്തലൻ പ്രവൃത്തി പറയുന്നു, അവരിൽ കുറവുള്ളവരാരും ഉണ്ടായിരുന്നില്ല. ആമേൻ. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ ചെരുപ്പ് പഴകിയില്ല. സ്തോത്രം. യുദ്ധത്തിന് അവർ ശക്തരായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് പറയുന്നു, ബലഹീനതയെ മാറ്റുന്നു, സമൃദ്ധിയെ തരുന്നു. 2 ദൂതനെ മുറുകെ പിടിച്ചു. ബലഹീനതകളെ മാറ്റുന്നു. സ്തോത്രം. ബലഹീനതയെ മാറ്റുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമൃദ്ധിയെ തരുന്നു. യെസ്. പൊന്നിനോടും വെള്ളിയോടും കൂടെ പുറപ്പെടുവിച്ചതുപോലെ നിങ്ങളായിരിക്കുന്നിടത്ത് നിന്ന് തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി നന്മയായിട്ട് വരത്തുള്ളൂ. ഇന്നലകളിൽ സ്വപ്നം കണ്ടതെല്ലാം വാങ്ങാൻ വേണ്ടി ഉള്ളതെല്ലാമായിട്ട് വരത്തുള്ളൂ. അടിമയായി നിൽക്കുന്നവൻ ബഹുനില കെട്ടിടങ്ങളുള്ളിടത്തേക്ക് എത്തിയതുപോലെ, വെക്കാത്ത വീടും കുഴിക്കാത്ത കിണറും ഉള്ളിടത്തേക്ക് പോയതുപോലെ വലിയ അത്ഭുതങ്ങളിലേക്ക് നിങ്ങളുടെ യാത്രകൾ ചുവടുവെക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി
ദൈവമെല്ലാം നിങ്ങൾക്കായി ഒരുക്കുന്നു. വിശ്വസിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ബലത്തിൻ്റെ വചനത്തിനായി നന്ദി പറയുന്നു കർത്താവ്. കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം അങ്ങ് മാറ്റുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു സമൃദ്ധിയിലേക്ക് ഞങ്ങളെ അങ്ങ് നയിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ തലമുറകളിലെ എല്ലാ ബലഹീനതകളെ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. പിതാക്കന്മാരുടെ നന്മകളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, സമൃദ്ധമായ ഒരു ജീവിതം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ വചനം കേട്ട ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. God bless you. കർത്താവിൻ്റെ വലിയ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട്. ഭയങ്കര സമൃദ്ധമായ ഒരു ജീവിതം ദൈവം നിങ്ങൾക്ക് തരുന്നു. സന്തോഷത്തോടെ ഈ വചനത്തെ മുറുകെ പിടിക്കുക. God bless you. Shalom.